2 സോങ് എന്തേ ഉള്ളൂ. 2 സോങ്ങാണ് ഉള്ളതെന്ന് തോന്നുന്നത്. എല്ലാം കൊള്ളാം, അത്യാവശ്യം കിടലായിട്ട് പാടും, കുഴപ്പമില്ല. 3D ആണ് കിടില്ല. 3D നല്ല രസമുണ്ട്. കൊച്ചുപിള്ളേർക്ക് ഇഷ്ടപ്പെടും, അല്ലാതെ നമ്മളെപ്പോലെ ആൾക്കാർക്ക് ചെറിയൊരു ലാഗ് അടിക്കും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിരിക്കുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളൊന്നുമില്ല, ബാക്കിയൊക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. 3D ഒക്കെ നല്ല എഫക്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇത് മെയിൻ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ നന്നായിട്ട് വരണം, കാരണം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റ് ലേഡി കൊച്ചുകുട്ടിയായിട്ട് വന്നെങ്കിൽ നന്നായിരിക്കും. സംവിധായകനായിട്ട് മാറിയിരിക്കണം. അപ്പൊ എങ്ങനെയുണ്ട് സംവിധായക നിലയിൽ അടിപൊളി. ഇഷ്ടപ്പെട്ടു. 3D എങ്ങനെയുണ്ട്? ബാറോസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നോ? എങ്ങനെ സ്ക്രീനിൽ എങ്ങനെ ഓടി കളിച്ച? 3Dയിലായിരുന്നല്ലോ കാരണം. എങ്ങനെയുണ്ട്? പെർഫോമൻസ് ചെയ്തവരൊക്കെ എങ്ങനെയുണ്ട്? കൊച്ചുകുട്ടി പെർഫോമൻസ് എല്ലാം കൊള്ളാം. കൊള്ളാം. ലാലേട്ടൻ എന്നൊരു സംവിധായകന്റെ ഒരു അതെ നല്ല പടം. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേർ കുടുംബമൊക്കെ ഏറ്റെടുക്കും. നല്ല സിനിമ. നല്ല സംവിധായകന്റെ ഒരു കഴിവ് ഇതിൽ നല്ല സിനിമ. പിള്ളേരൊക്കെ ഏറ്റെടുക്കും ഈ ഒരു സിനിമ. അടിപൊളി. ഞെട്ടിച്ചായിരുന്നു. ലാലേട്ടൻ സംവിധായകൻ ചെയ്ത പടം. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി. മാജിക് സൂപ്പർ. എങ്ങനെയുണ്ട്? ബാറോസ് എങ്ങനെയുണ്ട്? അടിപൊളി 3D ലാലേട്ടൻ എന്നൊരു സംവിധായകന്റെ കഴിവ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇതിലെല്ലാം തെളിയിച്ചിട്ടുണ്ട് പുള്ളി. ഈ തെളിയിക്കാൻ ഒന്നുമില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. 3D എഫക്റ്റ് ഒക്കെ അടിപൊളിയാണ്, നല്ല സെറ്റായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമായി. ഫാമിലി ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെടും ഉറപ്പായിട്ട്. ബാറോസ് എങ്ങനെയുണ്ട്? നല്ല ഹോളിവുഡ് സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ബാറോസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ. പിള്ളേരൊക്കെ ഏറ്റെടുക്കും. കുഴപ്പമില്ല, ഏറ്റെടുക്കും. നല്ല സിനിമ. ലാലേട്ടൻ സംവിധായകനായിട്ട് ലാലേട്ടൻ സംവിധായകൻ നല്ലൊരു ഉണ്ട്, നന്നായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല പടം. അതായത് മലയാള സിനിമയ്ക്ക് നമുക്ക് മറ്റ് സിനിമാ മേഖലയിൽ കാണിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ്. മലയാളത്തിലെ ഒരു പുത്തൻ ദൃശ്യ അനുഭവമാണ്. 3D വളരെ എഫക്റ്റീവായിട്ട് തോന്നി. കുട്ടികൾ വളരെ ആസ്വദിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഡിസംബറിൽ, ഈ ക്രിസ്മസ് മാസത്തിൽ ഏറ്റവും വലിയ ഒരു ഹിറ്റായി ബറോസ് മാറും. മോഹൻലാലിൻ്റെ അഭിനയവും സംവിധാനവും വളരെ മനോഹരമായിട്ട്. നല്ല പടമാണ് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. 3D സൂപ്പറാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ നല്ല ആർട്ട് വർക്കാണ്, പെർഫോമൻസ് കൊള്ളാം, നല്ല വർക്ക് ചെയ്തെടുത്ത പടമാണ്. അതിൻ്റെ ഒരു റിസൾട്ട് പടത്തിനകത്ത് കാണാനുണ്ട്. കാഴ്ചയിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. മുതിർന്നവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാം. കൊള്ളാം, നല്ല പടം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. പേഴ്സണലി എനിക്കും ഇഷ്ടപ്പെട്ടു. 3D എഫക്ട്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ പ്രതീക്ഷയെക്കാട്ടി ബെറ്റർ ആയിട്ടാണ് പടം വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫാണ് ഒന്നുകൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ലാഗൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ എന്നാലും അതൊന്നും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പടം ഗംഭീരമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. റൺ എന്തായാലും കിട്ടും. ഫാമിലിയും കുട്ടികളും എന്തായാലും വരും, അത് ഉറപ്പാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു പടമാണ് എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലാലേട്ടൻ്റെ പടം സംവിധാനം ഗംഭീരമായിട്ട്. മുഴുനീളെന്ന് പറയാൻ പറ്റത്തില്ല, പാർട്സിൽ ഉണ്ട്. എന്തായാലും ഒരു 1 hour പുള്ളിയുടെ ക്യാരക്ടറുണ്ട്. പിന്നെ ഔട്ട്സൈഡ് സീക്വൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന ആ ഒരു റൂം, ട്രെയിലറൊക്കെ കണ്ട റൂം മാത്രമല്ല, വെളിയിൽ ഔട്ട്സൈഡിലുള്ള ലൊക്കേഷൻസ് ഉണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് പടം. നന്നായിട്ട് തന്നെ ലോങ് റൺ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. മലയാളിയൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും 3Dയുടെ ഇതിൽ ഞാൻ ഈ റീസെൻ്റ് കണ്ട എയറാമിൻ്റെ 3D വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയൊക്കെ നോക്കുമ്പം ഇത് വളരെ ഗംഭീരമായ 3D വർക്കാണ്. അതിന് നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്യണം. കാരണം എന്താണെങ്കിലും വെർഡിക്റ്റ് എന്താണെങ്കിലും പുള്ളിയുടെ എഫർട്ടിന് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം. സംശയമില്ല. കാരണം എന്താ പറയുമോ, ഇത്രയും വർഷം 44 വർഷം കൊണ്ട് മലയാള സിനിമയിൽ 47 വർഷം കൊണ്ട് മലയാള സിനിമയിൽ മഹാനടനായി നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സംവിധാനത്തിൽ, അതും 3D സിനിമയിലൂടെ, ആ 3D എഫക്ട്സ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. കാരണം എന്താ, ഒരു ഡൗട്ടും ഇല്ല, ഈ ക്രിസ്മസിന് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ പിള്ളേരെയാണ് കൂടുതൽ ഇതിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. കാരണം പിള്ളേർ എടുത്തു പറയുന്ന കാരണം ആ 3D എഫക്ട്സ് ഒക്കെ പിള്ളേർക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അത്രത്തോളം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാരണം വലിയവർക്കൊക്കെ ഒരു പക്ഷേ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സ് വന്നേക്കാം, കാരണം സ്ലോ മോഡായിരിക്കും. പക്ഷേ പിള്ളേരെ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സക്സസ് തന്നെയായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു ക്രിസ്മസ്
ഹാപ്പി ന്യൂ ഇയർ എന്ന നിലയിലേക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിനം. ഒരേ സമയം സംവിധായകനാണ് ഈ സിനിമയിൽ ഒരു നടനുമാണ്. തീർച്ചയായും നടന് മാത്രമല്ല ഒരു ഗായകനും കൂടെയാണ്. വില്ലനായി വന്നു, മഹാനടനായി മാറി, ഗായകനായി മാറി, ഇപ്പോൾ ഒടുവിൽ ഒരു സംവിധായകൻ. ആ സംവിധായകൻ എന്ന് പറയുന്നത് 3D ഫിലിമിലേക്ക് വരുന്നത് പറഞ്ഞ് നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാൻ വരുന്നതാണ്. ഇന്ന് എത്രയെല്ലാം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ തന്നെ ഉണ്ടാവും ലാലേട്ടൻ. തീർച്ചയായിട്ടും ഇതിലും വലിയ ഹിറ്റുകൾക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. മാസ് പടത്തിനായിട്ട് വെയിറ്റിംഗ് ആണ്. പുള്ളി ഡയറക്ഷൻ ചെയ്തൊരു മാസ് പടം. നമ്മളെല്ലാം മാസ് പടത്തിന് മാത്രമല്ല, മാസ് മസാല ഉൾപ്പെടുന്ന എല്ലാ തരത്തിലേക്കും ഈ ഡയറക്ഷൻ അത് തുടരട്ടെ എന്ന്, തുടരുമെന്ന സിനിമ ഇനി വരാൻ കിടക്കുന്നു. എമ്പുരാൻ എന്ന ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ വെയിറ്റിംഗിന് വേണ്ടിയാണ്. നല്ല നിലയിലേക്ക് ഇതും ഒരുപാട് പടങ്ങൾക്ക് പ്രചോദനമാവട്ടെ എന്ന് ലാലേട്ടൻ എന്നും നമുക്ക് അഭിമാനമാണ് മലയാളികൾ. നല്ല പടം എന്ന് പറയാം. ഈ ക്രിസ്മസിന് ഫാമിലിയെല്ലാം കാണാൻ പറ്റിയ പടം. മെയിനായിട്ട് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തൊരു പടമാണ്. 3D വിഷ്വൽ VFX എല്ലാം പക്ക. ഒരു ആദ്യ സംവിധാനം ഒന്നും ഒരിക്കലും പറഞ്ഞില്ല. ഇത്രയും വർഷം എക്സ്പീരിയൻസ് എന്തായാലും ആ സിനിമയിൽ കാണാനുണ്ട്. അത് തന്നെയാണ് പ്രേക്ഷകരും ചോദിച്ചത്. 47 വർഷത്തെ ലാലേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ. പുള്ളിക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ആക്ഷൻ പടം എടുത്തിട്ടാണെങ്കിൽ ഫേമസ് ആയി ഒരാളെ കയറ്റായിരുന്നു. പക്ഷേ നേരെ തിരിച്ച് ഇത്രയും ഒരു എന്താ പറയുക, ഒരു 3Dയിലൊക്കെ പടം എടുക്കാൻ വലിയ ഒരു അതെ അങ്ങനെ എടുത്തൊരു വലിയ കാര്യം തന്നെയാണ്. വിഷ്വലി എല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. തിയേറ്ററിൽ കാണാൻ അടിപൊളി കണ്ടിരിക്കാനുണ്ട്. 3D ഇതുവരെ കാര്യം പലരും നോർമൽ ക്യാമറയിൽ എടുത്തിട്ട് 3D ആക്കി മാറ്റി. നമ്മളിപ്പം ARM ഒക്കെ അടക്കം അങ്ങനെ പറഞ്ഞ് കണ്ടത്. ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയും കണ്ടാൽ മനസ്സിലാവും പടങ്ങൾ സ്ലോ പീസാച്ചാണ് പോകുന്നത്. പക്ഷെ കുട്ടികൾക്കെല്ലാം വന്നിരുന്ന് കാണാൻ പറ്റിയ എല്ലാത്തിനും 3D ഏറ്റവും എടുത്ത് പറയേണ്ടതാണ്. 3Dയും വിഷ്വലും VFX ഒക്കെ ഹൈ ക്വാളിറ്റി ആയിരുന്നു. ഇതേ പറയുള്ളൂ. അടുത്ത അങ്ങനെ ഒരു പടത്തിനായിട്ട് വെയിറ്റിംഗ് ആണോ എല്ലാവരും? അങ്ങനെയൊന്നും പറയത്തൊക്കെ ഒന്നുമില്ല. ഏത് പടം എടുത്താലും നമ്മൾ കാണും അത്ര തന്നെയാണ്. പക്ഷേ ഇതിൽ എന്തായാലും പറയാനുള്ളത് കുട്ടികളെ ഫോക്കസ് ഇങ്ങനെ പടം എടുത്താൽ നന്നായെന്നേ പറയുള്ളൂ.